അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേണ്ട ഷോൾഡർ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പനീർ കറി ഉണ്ടാക്കാൻ പോയായിരുന്നു. പനീർ കറി ഉണ്ടാക്കി വന്നതിന് ശേഷം വീണ്ടും നമ്മളിത് സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അത് 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്കാണ് ഞാൻ കിടുന്നത് കേട്ടോ. മെഷീൻ്റെ നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോവായിരുന്നു. മെഷീൻ നല്ലോണം ഓൾഡ് മെഷീനാണ്, അതുകൊണ്ട് തന്നെയാണ്. ഉഷയാണ് ഇത്ര നാൾ നിന്ന് തന്നെ ആ കമ്പനിയുടെ ഗുണമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ത്രെഡിൻ്റെ പ്രശ്നമല്ല, ഇത് നൂല് പൊട്ടി പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് വീണ്ടും അത് കോർത്തെടുത്ത് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇല്ലെങ്കിൽ പവർ മെഷീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ കേട്ടോ. എന്തായാലും മെഷീനൊക്കെ നമുക്ക് മാറ്റേണ്ട സമയമായി കടകട ഒച്ചയൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വണ്ണം വച്ചിട്ടുള്ളത് കൊണ്ട് നല്ല ഡ്രസ്സൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. സൺഡേ നമ്മൾ ഏട്ടൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ സൺഡേ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അവനെ കണ്ടോ, ചിരിച്ച് കളിച്ചവരിക്കുന്ന കണ്ടോ. അവനൊരു കുഴപ്പമില്ല, യാത്ര ഭയങ്കര ഇഷ്ടമാണെന്ന് എഴുതി കൂട്ടണം കേട്ടോ. പക്ഷേ അന്ന് നല്ലോണം ടയേർഡായിരുന്നു അവൻ. ഇങ്ങനെ നമ്മൾ പോയി പിന്നെ എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുക്കുമായിരുന്നില്ലേ, എന്തായാലും കുട്ടികളെ എടുക്കുമല്ലോ. പിന്നെ അങ്ങനെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രോഡ്വേയിലൊക്കെ പോയിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ലോണം ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ റെയിൽവേയുടെ തൊട്ട് ബാക്കിലാണ് ഏട്ടൻ്റെ തറവാട്. അവിടെ തന്നെയാണ് ചിറ്റപ്പൻ്റെ വീട്. തറവാടൊക്കെ കൊടുത്തു വിട്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെ നടക്കാൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ പിന്നെ നടക്കാനായിട്ട് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ മെറ്റലി കൂടെ. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് അടിച്ചു. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്ക് 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയി അടിച്ച് പൊളിച്ച് എല്ലാവരെയും കണ്ടു. അവനെ ഈ ഇതിൽ ഞാൻ കിടത്തി കേട്ടോ. അവന് കിടക്കുന്നുണ്ട്, പക്ഷേ അവന് നല്ല വാശിയായിരുന്നു. അവൻ അന്ന് രാവിലത്തെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് തന്നെ നല്ല വാശിയായിരുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഈ കിടപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞു വിട്ട ആൾ. അവിടെ എത്തിയിട്ട് ഞാൻ തന്നെ അവന് വേണമെന്നുള്ളൊരു വാശിയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് മാറണുണ്ടാവില്ല. കുറേ പാല് കൊടുത്തു, കുറുക്ക് കൊടുത്തു, കാര്യങ്ങൾ കൊടുത്തു, പക്ഷേ ചേക്കൻ ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ബ്രോഡ്വേയിൽ പോയപ്പോൾ ഇടയ്ക്കൊരു മഴ കിട്ടി. അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ബ്രോഡ്വേയിൽ. പക്ഷേ ചില കടയിൽ നോക്കി കയറണം, ഇല്ലെങ്കിൽ നല്ലോണം ഇപ്പം ചിലതൊക്കെ പ്രോഡക്റ്റ്സ് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ചാലക്കുടിയിൽ ഉള്ളതിനേക്കാൾ റേറ്റ് ബ്രോഡ്വേയിലുണ്ട്. അപ്പോൾ നോക്കിയൊക്കെ പർച്ചേസ് ചെയ്തെടുക്കുക. പിന്നെ ഹോൾസെയിൽ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ സാരി ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സാരി ബിസിനസ് മാത്രമല്ല, ക്ലോത്ത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ ഞാൻ വഴിയെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. സോ അതൊക്കെ പിടിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടനെ കൊണ്ട് തന്നെയാണ് സാധിച്ചുള്ളൂ കേട്ടോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത് സമ്മതിക്കില്ല. കാരണം കുട്ടി ഈ സാധനങ്ങൾ ഇതൊക്കെ പിടിച്ച് നടന്ന അവസാനം ഞങ്ങൾ ട്രെയിനിൽ കയറി. സ്ഥിരമായിട്ട് പണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ട്രെയിനാണ് കേട്ടോ. സോ ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഈ ട്രെയിനിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി.